എനിക്കിപ്പോഴേ ചിരി വരുന്നു. ചിരിക്കരുത്, മറ്റേ നമ്മള് തമ്മിൽ അടിയുള്ളപ്പോ മുഖമില്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ തീർന്നു, ഇവര് വിറയ്ക്കും. ഓക്കെ, ഇത് കട്ട് ചെയ്തതിന് മുമ്പ് നിങ്ങള് ഞങ്ങളെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞിട്ടേ ബാക്കി കട്ടിങ് ഒക്കെ ഉള്ളൂ. അത് മതി. എന്തായി, മതിയാ മതിയാ? ഞാൻ പറഞ്ഞില്ല ഇവർക്ക് എന്താ ഡിസേർവ് ചെയ്യുന്നത് അവിടെ നമ്മൾ കൊടുക്കുള്ളൂ. ഹലോ എവരിവൺ, ഹാപ്പി വുമൻസ് ഡേ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് വുമൻസ് ഡേയുടെ തലേ ദിവസമാണ്. സോ ഞങ്ങളത് ചെറുതായിട്ടത് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യില്ലെങ്കിൽ ആരാ സെലിബ്രേറ്റ് ചെയ്തത്? വി ആർ ആക്ച്വലി എംപവേർഡ് ബൈ വിമൺ. നമ്മുടെ സ്റ്റോർ എന്ന് പറയുന്നത്, ഒരു ഹാപ്പി സ്റ്റോർ എന്ന് പറയുന്നത് ഇസ് റൺ ബൈ വിമൺ. ഓബിയസ്ലി പ്രിയയും നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ സ്റ്റാഫും വിമൺ ആണ്, എക്സ്ക്ലൂഡിങ് മീ ആൻഡ് പ്രിൻസ്. അതല്ലാതെ സ്റ്റോർ ഇസ് മെൻ ഫോർ വിമൺ. സോ ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു വുമൻസ് ഡേ സെലിബ്രേഷൻ നമ്മുടെ സ്റ്റോറിൽ വെച്ചു, പിന്നെ ചെറിയൊരു ഔട്ടിംഗ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. സോ വൺസ് അഗെയിൻ വെരി ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ ദി അമേസിംഗ് വുമൺ ഔട്ട് ദർ. ആദ്യമേ ഇവർക്കൊരു ചെറിയ സർപ്രൈസ് അല്ല, ഒരു കേക്ക്. കളി വരുന്നേ ഉള്ളൂ, ഇപ്പോൾ ഒരു കാറേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഊബറും പ്രിയ ഡ്രൈവിങ്ങുമാണ്. എത്തി മുതലാളി. ഇവരോട് പറ, 2-3 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവർ കാരണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നടക്കില്ല എന്നുള്ള രീതി പറഞ്ഞിട്ട് എന്നിട്ട് വെളിവാ. എനിക്ക് 2-3 കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ അതൊന്നും വേണ്ട, അത്രയും ഹാർട്ട് അറ്റാക്ക് കൊടുക്കണ്ട. എല്ലാവരും ഒന്ന് വെളിവാ. അല്ല, ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് ഇപ്പോൾ വരാം. 2-3 കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സംഭവം തുടങ്ങാം. ചിരിക്കരുത്, മറ്റേ നമ്മള് തമ്മിൽ അടിയുള്ളപ്പോ മുഖമില്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ തീർന്നു, ഇവര് വിറയ്ക്കും. ചിരിക്കാതെ പോ. ഇപ്പൊ ഓക്കെയാ. കൊടുക്കുന്നുണ്ട്, നല്ല ഫയറിങ് കൊടുക്കുന്നുണ്ട് കേട്ടാ. അഭിനയിച്ച് ഓവറൊക്കെ മിക്കവാറും നിങ്ങൾ സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം പ്രിയയുടെ ആംഗ്രി അഭിനയം. ഫയറിങ് അഭിനയിച്ച് തകർത്ത. അതെ, അവരുടെ വിചാരം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്നാണ് നിന്ന്. അവര് പാവം ബസ്സൊക്കെ കളഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. അവർക്ക് അറിയില്ല നമ്മൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമേ പറയും, അല്ല ആദ്യമേ കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. എന്നിട്ട് പോവാം, പോ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ. എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ, മെയിനാളെവിടെ? പ്രിൻസ് എവിടെ? എല്ലാം ഓർഗനൈസ് ചെയ്ത ആള്. ഒരു കേക്ക് കിട്ടിയാനല്ലേ? നൈഫൊക്കെ റെഡി ആയിരിക്കുമല്ലോ. ഇവിടെ ഇല്ലേ? എന്ത് ഓർഗനൈസിങ് ആ പ്രിൻസ് ഇത്? ഇവിടെ നൈഫ് കാണും, ഫോർക്കോ സ്പൂൺ എന്തെങ്കിലും കാണും. ഞാൻ ചോദിച്ചിട്ട് വരാം. കണ്ടില്ലേ? ഹാപ്പി മൊമെന്റ്സ്. ഫോട്ടോ വേണോ? ഓക്കെ, ഫ്രെയിം ഒന്നും വേണ്ട പ്രിൻസ്. കേക്ക് കട്ടിങ് എന്തിനാ ഫ്രെയിം? ഓക്കെ, ഇത് കട്ട് ചെയ്തതിന് മുമ്പ് നിങ്ങള് ഞങ്ങളെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞിട്ടേ ബാക്കി കട്ടിങ് ഒക്കെ ഉള്ളൂ. ഇപ്പൊ അത് മാത്രല്ല, 3 മാസത്തെ ഒരു ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു 1-ാം തീയതി അല്ലേ? വേണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ എക്സ്പീരിയൻസ് 3 മാസത്തെ? എന്നാലും എന്താ, വുമൻസിന് വേണ്ടിയുള്ള ഷോപ്പല്ലേ ഇവിടെ? പറയുന്നെങ്കിലും സാലം പറഞ്ഞേ. അന്ന് വിഷ്ണു പറ. വിഷ്ണു നല്ല സ്മാർട്ടായിട്ട് പറഞ്ഞോളൂ കാര്യങ്ങള്. അത് മതി. വിഷ്ണു അപ്പൊ ഇത് സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കും. എന്റെ അതേ സ്വഭാവം എന്ന് പറയും. താസിന്റെ മോനാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൻ ഓഡിയൻസ്.
പറ അപ്പൊ പറ ഇത് അപ്ലോഡ് ചെയ്യുന്ന 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ആ വീഡിയോയിൽ എന്തൊരു ഉന്മേഷമായിരുന്നു. എല്ലാരോടും ജോ പറ, താസി പറ എന്തെങ്കിലുമൊക്കെ. ആ വീഡിയോ ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ആ വീഡിയോ ഇട്ട് തരാം. ഓക്കെ. ഇവർക്ക് അറിയില്ലായിരുന്നു. ആ ഓക്കെ, നന്നായി. ഓക്കെ, ആ വീഡിയോ ഇത് കഴിഞ്ഞ് കട്ട് ചെയ്താ. ഓക്കെ, അപ്പൊ കേക്ക് കട്ട് ചെയ്താ. കേക്ക് തീരുവോ? ഇവിടെ ഫ്രിഡ്ജില്ല. പാട്ടൊന്നും വേണ്ട, ഹാപ്പി ആയിട്ട് എല്ലാരും കട്ട് ചെയ്താ മതി. ഇത് ക്ലാപ്പ് ചെയ്തോ, കിടക്കട്ടെ. ഇതെന്ത് ചെയ്യും? ഇവർക്ക് പിന്നെ ഇങ്ങനെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഗ്യാങ് മൊത്തം. ആ അല്ലാതെ ആർക്കാ? അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ പിരിയാനായിരുന്നു പ്ലാൻ. പക്ഷെ നിങ്ങൾക്ക് 9 മണി വരെ നിക്കാമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോവാം. ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. വേണ്ടാന്ന്, അത് വേണ്ടാന്ന്. ഇവരുടെ സ്ഥിര സ്ഥലം ഉപ്പുമുളകും അല്ലേ? അപ്പൊ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാലോ? ഹോസ്റ്റൽ ഭക്ഷണം കഴിച്ച് മതിയായിരിക്കുന്നവരാണ് ഇവിടെ മിക്കവരും. അത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോവാം. ഓക്കെ, ഇവരുടെ സ്വഭാവം എങ്ങനെയുണ്ടോ അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയാൽ മതി അല്ലേ? ഓക്കെ, വരുന്നല്ലേ ഉള്ളു. അപ്പൊ അതനുസരിച്ച് സ്ഥലം ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ കേക്ക് എന്ത് ചെയ്യും? എന്നാ കഴിക്കാം. ഇവര് തീർക്കാം. ഇവര് തീർക്കും പ്രിയ. അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ തീർക്കും. പ്രിയ ഒന്ന് പോയി കൈ അടിക്കിട്ട് വരുമ്പോഴേക്കും കേക്ക് തീരും. ഹായ്, ഹലോ, വെൽക്കം ടു ഒരു ഹാപ്പി സ്റ്റോർ. നമ്മളൊരു സാറിനും മാമിനും ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. നമ്മൾ ഹാപ്പി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് 3 മന്തായി. അപ്പം നമ്മൾ എല്ലാ സ്റ്റാഫിനും അറിയില്ല ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാ സ്റ്റാഫിനോടും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു റീപ്ലൈ ചോദിക്കും. അതായത് ഹാപ്പി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മന്ത് ആയല്ലോ. അപ്പം നമ്മൾ എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, ഈ 3 മാസമായിട്ട് എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ബട്ട് അത് അവർക്ക് അറിയില്ല. അവർക്കും ഒരു സർപ്രൈസാണ്. അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു അഭിപ്രായം, താങ്ക് യു സോ മച്ച് ദിലോസ് സാർ ആൻഡ് പ്രിയ മാം ആൻഡ് പ്രിൻസ്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു ഹാപ്പി സ്റ്റോറിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ജോബാണ്. വർക്ക് ചെയ്തതിനെക്കാട്ടി അടിപൊളി ഒരു പ്ലേസാണ്. എല്ലാവരും എന്തായാലും വിസിറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവരോടും ചോദിക്കാം. താങ്ക് യു സോ മച്ച് എനിക്കിങ്ങനെ ഒരു പോസ്റ്റ് തന്നതിനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിനും താങ്ക് യു സോ മച്ച്. അത് ഞങ്ങൾക്ക് എന്തായാലും നെക്സ്റ്റ് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവരെ ഒരു അഭിപ്രായം എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും നോക്കാം. എന്തായാലും ഇത് നല്ല രീതിയിലുള്ള ഒരു സർപ്രൈസ് ആയിരിക്കും. ഫസ്റ്റ് തന്നെ ജോനോട് ചോദിക്കാം. ജോ, ഇന്ന് ഹാപ്പി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മന്തായി. അപ്പം ജോൻ്റെ ഒരു അഭിപ്രായം, ഹാപ്പി സ്റ്റോറിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം. പ്രിപ്പയർ ചെയ്യാൻ സമയം തന്നില്ല, പക്ഷെ എന്നാൽ പോലും 3 മന്തായി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി സ്റ്റോർ എന്നുള്ള പേര് പോലെ തന്നെ നമ്മൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഹാപ്പിനെസ് ആണ് തോന്നുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. സോ അതാണ് എൻ്റെ ഒപ്പീനിയൻ. നമ്മൾ വിഷ്ണുപ്രിയ ഭയങ്കര തിരക്കിലാണ്. വിഷ്ണു, നമ്മൾ ഹാപ്പി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് 3 മന്തായി. അപ്പം എന്താണ് നിൻ്റെ ഒരു അഭിപ്രായം? ഹാപ്പിയാണ്. എൻ്റെ ഫസ്റ്റ് ജോബാണ്. ഓക്കെ, സോ അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ 3 മന്തായി. ഇനിയും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ ബാക്കി സ്റ്റാഫ്സും സാറ് മാം എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് പോകും. ഓക്കെ, അപ്പം നമ്മളൊരു ഹാപ്പി സ്റ്റോർ എന്നുള്ള നെയിം പോലെ തന്നെ ഹാപ്പിയാണല്ലേ? ഓക്കെ, തൽസീനയും ചെറിയൊരു ബിസിയിലാണ്. തൽസി, നമ്മൾ ഹാപ്പി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് 3 മന്തായി. അപ്പം എന്താണ് നിൻ്റെ ഒരു അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായമാണ്. വിചാരിച്ച പോലെ തന്നെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ,
എല്ലാവരും നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഹാപ്പി സ്റ്റോർ പോലെ തന്നെ നമ്മൾ ഹാപ്പിയാണ്. ഇതാണ് നമ്മളെല്ലാ സ്റ്റാഫിൻ്റെ ഒരു അഭിപ്രായം. ഒരു ഹാപ്പി സ്റ്റോർ പോലെ തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ ഹാപ്പിയാണ്. അങ്ങനെയുണ്ട്. അതെ, വുമൺസിന്റെ മാത്രമേ ഉള്ളൂ ട്രീറ്റ് ചെയ്യുന്ന വുമണിന് മാത്രമേ ഉള്ളൂ കേട്ടല്ലോ, മെന്നിന് ഇല്ല. പിന്നെ ഞാൻ ഇതിന്റെ ഒരു സൂപ്പർവൈസർ ആയിട്ട് പോകുന്നതേ ഉള്ളൂ. പ്രിയ ഇവർക്ക് വേണ്ടി വാങ്ങിയ കേക്കാണ്, ഒരു ഹയാത്തിന്റെ ചോക്ലേറ്റ് കേക്ക്. അതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ്. ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്ഥിരമാകുന്നത്. വുമൻസ് ഡേയുടെ ഇന്ന് തന്നെ നമ്മളൊരു പുതിയ സർവീസും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പറിനെ നമ്മൾ തരുവാണ്. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റാത്തവരാണ്, പക്ഷെ ഇവിടെ ഷോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അടി കാണുന്ന നമ്പറിൽ വിളിച്ച് ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യാം. അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ തിരിച്ച് വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും. സോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അസൈൻ ചെയ്ത് തരും. വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ പ്രോഡക്ട്സ് കാണിച്ചിട്ട് നിങ്ങൾക്ക് തരും. സോ ഒരു VIP ഷോപ്പിംഗ് സർവീസും കൂടെ നമ്മൾ ഈ വുമൻസ് ഡേയുടെ അന്ന് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇനി എക്സ്ക്യൂസസ് ഇല്ല. ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഷോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അടി കാണുന്ന നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരാളെ നമ്മൾ അസൈൻ ചെയ്യുന്നത്. സോ ഒരു പേഴ്സണൽ ഷോപ്പിംഗ് അസിസ്റ്റന്റിനെ പോലത്തെ ഒരു സർവീസ് ആയിരിക്കും. അടിപൊളിയല്ലേ? സോ വുമൻസ് ഡേ പ്രമാണിച്ച് നമ്മൾ ഈ ഒരു ഗിഫ്റ്റും കൂടെ നിങ്ങൾക്ക് തരുവാണ്. കിലോ കേക്കിന്റെ കണ്ടീഷൻ നോക്കുന്നത് ആളെ മറിയാനിക്ക് മാത്രം നമ്മൾ വെച്ചിരിക്കുകയാണ്, മറിയ ചേച്ചിക്ക്. ബാക്കി ഇതിപ്പോ തീർക്കാറില്ല. അവരൊന്ന് മനസ്സ് വെച്ച് ഇപ്പൊ തീരുമല്ലോ അത്. ഞാൻ അവിടെ പോയി കഴിക്കാനുള്ളതാ. അവര് തീർക്കണ്ടായിരുന്നു ശരിക്കും. എന്ത് പറ്റിയാവോ? ഇനിയോ ആ ന്യൂസും കൂടെ പറ. അപ്പോൾ ഈ വുമൻസ് ഡേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ പുതിയൊരു ബ്രാൻഡ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. സ്റ്റോറിൽ സ്ലോ ത്രെഡ്സ് എന്നാണ് പേര്. അവർ ഭയങ്കര പോപ്പുലർ ആണ് ചെന്നൈയില്. ആദ്യമായിട്ടാണ് കേരളത്തില് കൊച്ചിയില് നമ്മുടെ മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ ഒരു ഹാപ്പി സ്റ്റോറിലാണ് അവരുടെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവിടെ ഇല്ലാത്തൊരു ടൈപ്പ് കളക്ഷൻ ആണ്, വളരെ യുണീക്ക് ആണ്, കുറച്ച് പ്രീമിയം ആണ്. പക്ഷെ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയ പറയും, ഇത് നാച്ചുറൽ ഫാബ്രിക് ആണ്, ബാക്കിയുള്ള റെഡിമെയ്ഡ് ഫാബ്രിക് മാതിരിയല്ല. അവര് അസോ ഡൈ ഫ്രീ ആണ്. അതുകൊണ്ട് നാച്ചുറൽ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ടോ ഇങ്ങനത്തെ ഫാബ്രിക്, ഓർഗാനിക് ഫാബ്രിക് മാതിരി. ഇത് കണ്ടോ ഇങ്ങനെ കുത്തു മാതിരിയൊക്കെ. അത് ഇങ്ങനത്തെ ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാൻ പറ്റും, ഓർഗാനിക് ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർക്ക്. അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ്സും മറ്റുള്ള ഔട്ട്ഫിറ്റ്സും കുറച്ച് കൂടുതലാക്കി. പക്ഷെ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് ഫസ്റ്റ് വാഷ് നമ്മൾ ഹാൻഡ് വാഷ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഫസ്റ്റ് 3 വാഷ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് വാഷിംഗ് മെഷീനിലൊക്കെ ഇടാൻ പാടുള്ളൂ. അതുപോലെ ഓരോ പ്രൊഡക്റ്റും അവർ ഒരുപാട് കെയർ എടുത്തിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസും ഹാൻഡ് റിട്ടൺ നോട്ട്സും എല്ലാം ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഫീൽ ദ പ്രീമിയംനെസ്. ആൻഡ് ഇതിൽ പ്രിയയുടെ ഒരു ഫേവറേറ്റ് ആൾ ഇവരുടെ കസ്റ്റമർ ആണ്. റിമ കലിംഗൽ ഇവരുടെ കസ്റ്റമർ ആണ്. പിന്നെ ചെന്നൈയിലെ കുറച്ച് സെലിബ്രിറ്റീസ് ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. മധുബാലയിലെ പണ്ടത്തെ റോജാ, ഞാൻ ഭയങ്കര ഫാനാ. മധുബാലയൊക്കെ ഇവർ ഔട്ട്ഫിറ്റ് ഇട്ട ഫോട്ടോ. ഇവിടെ റിമയുടെ ഒരു ഫോട്ടോ ഉണ്ട്, സ്ലോ ത്രെഡ്സിന്റെ. മധുബാലയുടെ ഇതുമാതിരി ഒരു ഫോട്ടോ ഉണ്ട് ഔട്ട്ഫിറ്റ് ഇട്ടതിന്റെ. അപ്പോ ഭയങ്കര പോപ്പുലർ ആണ് ചെന്നൈയില്. ഇനി നമ്മൾ കൊച്ചിയിലും പോപ്പുലർ ആക്കാൻ മാക്സിമം നോക്കും. ബ്രാൻഡ് എന്തായാലും ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആണ്. ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഓർഗാനിക് ഫാബ്രിക്. ഇവിടെ കിട്ടാത്തൊരു സംഭവം, റേറാ. പിന്നെ ഫാബിന്റെയിലൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും വെറൈറ്റി അങ്ങനെ വേറെ കുറച്ച് വേറെ പാറ്റേൺ ആണ്. കുറെ നല്ല പാറ്റേൺസ് ഉണ്ട്. ഷോർട്ട് ഡ്രസ്സസ് ഇങ്ങനത്തെ നോക്ക് ഞാൻ കാണിച്ചത്. അവർ ഓരോന്നായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ നല്ല ഷോർട്ട് ഡ്രസ്സസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്. നല്ല നല്ല സംഭവങ്ങളാട്ടോ ഇവരുടെ. ഇതും ഞാൻ പറഞ്ഞ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. നെക്കിലൊക്കെ ഹാർട്ട് അത് ഇനി ഹാർട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഹാർട്ട് അടിക്കും. എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ളതാ. അപ്പൊ സ്ലോ ത്രെഡ്സ് ഇവിടെ കാണും. അപ്പൊ ഒരു എന്താ വിശക്കുന്നുണ്ട് എന്നാ വാ. ഒരു ഹാപ്പി സ്റ്റോറി വരുമ്പോ നിങ്ങൾ സ്ലോ ത്രെഡ്സും ഒന്ന് നോക്കുക. പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പിന്നെ ഞാൻ മറ്റേതും പറയട്ടാ, നമ്മുടെ വാട്സാപ്പ് VIP ഷോപ്പിംഗ് അതും തുടങ്ങിയിട്ടുണ്ട്. ബാത്റൂമിൽ പോയി വന്നപ്പോഴത്തേക്ക് അവർ കേക്ക് തീർത്തു. ഞാൻ വീഡിയോ ഇപ്പൊ എടുക്കുന്നില്ല, സ്ലോ ത്രെഡ്സിന്റെ എടുത്തില്ലേ. അതിന് മുമ്പ് അതിൽ 4 പീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മറി ചേച്ചിക്ക് മാത്രം 1 പീസ് വെച്ചിട്ട് മൊത്തം തീർത്തു. 1 കിലോ കേക്കാ വൈറ്റില്. ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. എനിക്കറിയാലോ. ബാ കേറ്. എന്തേ മതിയാ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് എന്താ ഡിസേർവ് ചെയ്യുന്നത് അവിടെ നമ്മൾ കൊടുക്കുള്ളൂ. അതായിരുന്നു ബാക്കിൽ സംസാരം. വാ
പ്രിൻസിന്റെ ചോപ്സ്റ്റിക്ക് ടാലന്റ് കാണാം. ഇവിടെ ബെസ്റ്റ് ആളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ആരാ പഠിപ്പിച്ചെന്നെ? ഞാൻ തന്നെ പഠിച്ചതാ. ഞാൻ ജപ്പാനിൽ പോയ പിന്നെ എനിക്ക് ഇതേ പറ്റുള്ളൂ പറയാ. ജനിച്ചപ്പോഴേ ഇതുകൊണ്ടല്ലേ വന്നത് പുറത്തേക്ക്. അവരുടെ ഫസ്റ്റ് ടൈമാ ജോയിന്റെ വിഷ്ണുവിന്റെ. എന്ത് ഓർക്കാം. ആ നിങ്ങൾക്ക് വീട്ടില് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ് ഇവർക്ക് കറി കുഴപ്പമില്ല. നിങ്ങൾ കഴിക്കണ്ട. വയറ്റിൽ നിന്നിട്ട് പോവും. അത്രേ ഉള്ളൂ. നാളെ ലീവ് എടുക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. ഇത് ചിക്കനും ഉണ്ട് മോമോസും ഉണ്ട്. ജോയിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇല്ല, ഒരു ശല്യം ചെയ്യാം. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. എല്ലാരും വീഡിയോ എടുക്കും. അത് നൂഡിൽസ് ചിക്കൻ. പക്ഷെ പ്രിയയുടെ ഫേവറേറ്റ് ഫുഡ് വരുന്നുണ്ട്. ഇവരൊക്കെ ടേസ്റ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു. തായ് ഗ്രീൻ കറിയും ജാസ്മിൻ റൈസും. അപ്പൊ അറിയാലോ വൈ ഇറ്റ് ഇസ് യുവർ ഫേവറേറ്റ് എന്നുള്ളത്. എന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. പക്ക മറ്റേ തായ്ലൻഡിൽ കിട്ടുന്ന പോലെ തന്നെ ഉള്ളൊരു സംഭവം ഉണ്ട്. ജാസ്മിൻ റൈസ്. അത് മണത്ത് നോക്കണം. ജാസ്മിന്റെ സ്മെല്ലുണ്ട്. ഉണ്ടെങ്കിൽ പൊളിക്കും. നിങ്ങൾ കഴിച്ചിട്ട് പറയണം കേട്ടോ. പ്രിയ ചേച്ചിയുടെ ഫുഡ് അടിപൊളിയാണോ അത്? സ്മെല്ലുണ്ട് കേട്ടാ. അല്ലേ? തായ്ലൻഡിന്റെ കാട്ടി സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്മെല്ല്. ഭയങ്കര ജാസ്മിൻ സ്മെല്ല്. തായ്ലൻഡ് ഓർമ്മ വരുന്നു. പോണ്ടേ? അവിടെ ഫുൾ ഈ മണോ അല്ലേ? എവിടെ പോയാലും ഈ മണോ. അതും ഇനി ഗ്രീൻ കറിയും വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് ഫുഡ്? എന്താ ഒന്നും പറയാത്ത? പറഞ്ഞാലെന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ അല്ലേ? കേട്ടോ എല്ലാത്തും സെറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. അത് സാല ഡിസേർട്ട് എന്താ ഉള്ളതെന്ന് അറിയോ? തത്തിങ്ക്രോ. ആ പുതിയ അഡീഷനാന്ന് തോന്നുന്നു. വേണോ? ഇവർക്ക് പക്ഷെ ഇഷ്ടപ്പെടില്ല ചിലപ്പോ. അതൊന്നും ഇല്ല. പിന്നെ മാച്ച അതും ചിലപ്പോ ഇഷ്ടപ്പെടില്ല ഇവർക്ക്. ഇവർക്ക് വേറെ പ്ലാറ്റർ പോലെ വല്ല ഓർഡർ ചെയ്യാം. എല്ലാരും പോയിട്ടുണ്ട്. ഫുൾ തീർത്ത് കേട്ടാ. ഒരിക്കലും തീരില്ല എന്ന് വിചാരിച്ചത്. അതെ ഗ്രീൻ കറിയുടെ ഗ്രേവി മാത്രം ബാക്കി. ഫ്രണ്ട്സ് മാത്രം കഴിച്ചും കഴിഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെല്ലാരും കഴിച്ചു പോയിട്ടുണ്ട്. ഫോട്ടോ എടുക്കല് ബാത്റൂമിലിരുന്നാ എല്ലാരും കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് എന്തായാലും ഇവിടെ വന്നല്ലേ, ഫുൾ കറങ്ങി എല്ലാം കണ്ടിട്ട് ഫസ്റ്റ് ടൈം എല്ലാവരും ഇവിടെ. അപ്പൊ എല്ലാം കറങ്ങി എല്ലാം കണ്ടിട്ട് വരാൻ പറഞ്ഞു എല്ലാം. അപ്പൊ ജോ പറഞ്ഞു നമുക്ക് ഇവിടെ മാത്രല്ല എല്ലാം സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കണം. ക്രൗണിലെ ബാത്റൂം ഉണ്ടല്ലോ. ഞാൻ പറയാം ഒരു സ്ഥലത്തിന്റെ പബ്ലിക് ബാത്റൂം കാണുമ്പോൾ നമുക്ക് ആ സ്ഥലം ജഡ്ജ് ചെയ്യാമെന്ന്. ആബ്സല്യൂട്ട്ലി പിക്ക് ആൻഡ് എന്താ ക്ലീൻ എന്ന് പറയുന്ന പോലെയാണ്. ഇൻക്ലൂഡിങ് ദ യൂറിനൽസിന് അടിയിലെ വൈറ്റ് കാർപ്പറ്റിൽ അധികം ഡേർട്ടി ആയിട്ടുള്ള നമ്മുടെ ഫുട് പ്രിന്റ് പോലും ഇല്ല. സോ ഇത് നമുക്ക് അവരുടെ ഒരു ജഡ്ജ്മെന്റ് സ്കെയിലായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പബ്ലിക് ബാത്റൂംസ് എല്ലാം ക്ലീൻ ആക്കി വെക്കുന്നത്. വരെ എത്തിയിട്ടില്ല അവര്. കറങ്ങാൻ പോയിരിക്കുക. ഇല്ലാന്ന് വീട്ടിൽ പോണ്ടേ? അപ്പൊ തിരിച്ച് ഓക്കെ അല്ലേ? അതിവിടെ റൂം എടുത്ത് കൊടുത്താലോ അവര്? പ്ലാറ്റർ ഇവര് 1/2 കിലോ കേക്ക്, ഓൾമോസ്റ്റ് 1 കിലോ കേക്ക് വയറ്റിലുണ്ട്. എന്നാലും ഒരു ഡിസേർട്ടും കൂടെ ഇരിക്കുന്ന ഡിസേർട്ട് പ്ലാറ്റർ വന്നിട്ടുണ്ട്. പ്രിയയുടെ തത്തിങ് റൂം വന്നിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ ഇത് ഷെയർ ചെയ്യാം. ഇനിയിപ്പോ എപ്പോഴും നമ്മള് പുറത്ത് പോവാൻ കഴിക്കാന്ന് പറഞ്ഞാ അവരെ പ്രതീക്ഷ ഒരു ലെവലായിരിക്കും. ഇത് ഫസ്റ്റ് ഔട്ടിങ് ആയതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ. പിന്നെ വുമൻസ് ഡേയും കൂടെ അല്ലേ, എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കണ്ടേ? ചോദിക്കുക നമ്മളെന്താ എടുക്കില്ലേന്ന് ചോദിക്കും. ഞങ്ങൾ വേണ്ടേ? ആ ബാ എല്ലാരും കൂടെ ഫോട്ടോ എടുത്ത് വരിക. എന്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടാ? എല്ലാരും ഓടിക്കോ. വെഡിങ്ങിന്റെ ഫോട്ടോഗ്രാഫി പോയിന്റാ. നാളെ കാണാം. ബാക്കി പ്രിയയുടെ നാളെ കേൾക്കാം. ഓക്കെ ബൈ. ജോഗർ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ സ്റ്റാഫും നമ്മളെല്ലാവരും വീട്ടിൽ തിരിച്ച് സേഫ് ആയിട്ടെത്തി. ഇറ്റ് വാസ് എ ഫൺ ഡേ. വൺസ് അഗൈൻ എ ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ ദി വണ്ടർഫുൾ വുമൺ ഔട്ട് ദ. നിങ്ങൾ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് സർവീസ്, വീഡിയോ കോൾ സർവീസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഷോപ്പ് ചെയ്യുക, സ്റ്റോറിലേക്ക് വരിക. പ്ലീസ് ഡു സപ്പോർട്ട് യുവർ സപ്പോർട്ട്
ആൻഡ് യുവർ എൻകറേജ്മെന്റ്. ഗൂഗിളിൽ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാത്തവരൊക്കെ റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ഓൾ യുവർ കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ഹോപ്പ് വി കൻ ഓൾസോ സെർവ് യു വെൽ ആൻഡ് കണ്ടിന്യൂ ടു എന്റർടൈൻ യു ഓൾസോ ഇൻ ദിസ് യൂട്യൂബ്. ഇനി നമ്മൾ കുറേ ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആണ് എല്ലാം ഒന്ന് സെറ്റിൽഡായി വരുന്നത് സ്റ്റോറിൻ്റെ കാര്യം. ഇനി നമ്മുടെ സ്റ്റോറൊക്കെ ഇറ്റ്സ് ഗോയിങ് ഗുഡ്. അതുപോലെ നമുക്കും നമ്മുടെ ട്രാവൽ വ്ളോഗ്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് അമേസിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.